ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനിത് വായിക്കാം. ചതിക്കില്ലേ പ്ലീസ് പ്ലീസ്. കമലേട്ടന് മനസ്സിലുള്ളത് ഇവരും കൂടി അറിയട്ടെന്നേ. ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തെന്ന് ഇവര് പറയില്ലല്ലോ. നിന്റെ ലവ് ലെറ്റർ പരിപാടി ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയായിട്ട് ഏറ്റു. ഞാൻ പറഞ്ഞില്ലേ ആശാനെ, ഈ പ്രണയം എന്ന് പറയുന്നതേ ഭയങ്കര വലിയൊരു സംഭവം. അത് കറക്റ്റ് ചേർക്കേണ്ട അളവിൽ ചേർത്തങ്ങോട്ട് കൊടുത്താണ്ടല്ലോ പിന്നെ ഒരു ശക്തി അതിനെ വേർപെടുത്താനാവില്ല ആശാനെ. അതാണ് ഞാനിപ്പോ അത് അനുഭവിക്ക. അല്ല, എനിക്കൊന്നും അനുഭവിക്കാനുള്ള യോഗമില്ലെന്ന് പറയായിരുന്നു. അല്ല, നിന്റെ ആ കത്തില്ലേ, നീ ആ ജയശ്രീക്ക് കൊടുത്ത കത്തേ, അതിന് മറുപടി കിട്ടിയായിരുന്നു? അത് പറയാം. ഏട്ടത്തമ്മി കൊടുത്ത കത്തിന്റെ കാര്യം എന്തായി? കൊടുത്തപ്പോ തന്നെ മറുപടി കിട്ടിയില്ലേ? പിന്നെ ആ സെക്കൻഡിൽ തന്നെ കിട്ടി. ദേ വായിച്ചോക്ക്, ആ കത്തോട് കിട്ടിയ മറുപടിയാ. ഇംഗ്ലീഷാ? അപ്പൊ ആശ വായിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ മറുപടി വന്നേ? ഞാൻ ഒരൊറ്റ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ഇതെന്റെ കയ്യിൽ കിട്ടിയപ്പോഴേ എന്റെ പണി അങ്ങോട്ട് പോയി, മനസ്സിലായേ? അതാണ് ഞാൻ നിന്നെ വന്ന് അങ്ങോട്ട് കാണിച്ചതേ. അതെന്തിനാ ആശാനെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചത്? എന്റെ പണിയും കൂടെ കളയാനാ? എന്റെ പണി പോയ സ്വാഭാവികമായിട്ട് നിന്റെ പണിയും പോവില്ലോ. ഇങ്ങോട്ട് എത്ര എടാ, രാമേട്ട 2 മാസം ലീവ് വേണ്ടിട്ട് പണ്ടാരം അങ്ങ് വന്നു. അതാ ആശാനെ, ഇനി പേപ്പർ വേറെ ആരെയും കാണിക്കില്ല ആശാനെ. വെറുതെ എന്തിനാ മറ്റുള്ള ശാപം കൂടെ നമ്മളായിട്ട് വാങ്ങിച്ചു കൂട്ടുന്നത്? ആശാന്റെ ഓട്ടോ ശ്രീയെ ഉത്തരവാദിത്തോടെ തിരിച്ചേൽപ്പിക്കുകയാണ് ആശാനെ. അപ്പൊ ഇനി എന്താ, നീ ഓടുന്നില്ലേ? ഞാൻ ഓടിയ ആശാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് പിന്നെ എന്തു പണിക്കും പോവാലോ. ഈ ഓടി നടന്ന് പല പണിയും പഠിച്ചോണ്ടേ ഏത് പണിക്കും ധൈര്യത്തോടെ പോയി നിൽക്കാം. അതുപോലെയല്ലോ ആശാൻ. ആശ ഓടിക്കോ. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? അത് പിന്നെ ഉണ്ടാവുമല്ലോ ആശാനെ. കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം ഈ സ്ത്രീ എന്റെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് മാറിയതല്ലേ. ഞാൻ ഇതിന് ദിവസം കുളിപ്പിക്കും, പിന്നെ ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇട്ടിട്ട് തൊടിയിക്കും, ചന്ദനം തൊടിയിക്കും. ഇനിയിപ്പോ അതൊന്നും വേണ്ടല്ലോ, ഏതെങ്കിലും സൈറ്റിൽ കയറാം. അത് നിന്നെ പിരിയണമെന്ന് ഓർത്തിട്ടായിരിക്കും എന്റെ ഓട്ടോശ്രീക്കുണ്ടൊരു സങ്കടം, അല്ലടേ? അതിപ്പോ ചിലപ്പോ നീ ഇവിടെ പൊന്നുപോലെ നോക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടെ നീ തന്നെ അങ്ങ് നോക്കിയാ മതി. അല്ല കേട്ടാ ആശാനെ. അപ്പൊ ആശാൻ അതൊക്കെ അങ്ങോട്ട് നടന്നോളൂടാ. പിന്നെ ഈ ഓട്ടോ ഓടിച്ചിട്ട് നിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ തീരുന്നുണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷം തരുന്ന കാര്യമില്ലുള്ളൂ. എന്റെ സന്തോഷത്തിന് ഈശ്വരൻ മറ്റെന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. വരട്ടാ. അല്ല ഡേ, നീ ആ കാര്യം പറഞ്ഞില്ലല്ലോ. അല്ല, നീ കൊടുത്ത കത്തിനെ ജയശ്രീ എന്താ മറുപടി പറഞ്ഞെന്ന് അറിയണ? നീ പറ. എന്നാലും എന്തിനായിരിക്കും അവൾ എന്നോട് വരാൻ പറഞ്ഞത്? എന്തായാലും ലഡ്ഡു പൊട്ടിയാ മതിയായിരുന്നു. അല്ല, എന്തോ അത്യാവശ്യമുണ്ട്, കാണണമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വരൂ, പറയാം. അകത്ത് കയറ്റിട്ട് തല്ലാനും പറ്റുവാണോ? വരൂന്നേ, അവിടെ എല്ലാരും ഉണ്ട്. അല്ല, ആശാനും ഏടത്തമ്മി വന്നിട്ട് പോരെ? അവര് വന്നോളൂ. അല്ല, ഈ ഓട്ടോ പുറത്ത് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാ. അതിവിടെ കിടന്നോട്ടെ. അല്ല, കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പോവായിരുന്നു.
ഒറ്റയ്ക്കൊരു തീരുമാനം പറയാൻ പറ്റില്ലല്ലോ. സംഗതി വർക്കൗട്ട് ആയെന്നാ തോന്നുന്നത്. ഇത് കല്യാണാലോചന തന്നെ. ശ്ശെ. വരൂന്നേ. അല്ല, അകത്ത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? എന്ത് കുഴപ്പം? വാ. ആ. ഉം. ലക്ഷ്മണൻ പിള്ളേ, അവൻ വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കോ? വാ. ആ ഇതാ വന്നല്ലോ. ആ വരൂ. വരൂ. ആ. കമല, ഇതെന്റെ അച്ഛനും അമ്മയോ? ഓ. പിന്നെ ഇതെന്റെ അമ്മാവനാ. ഓഹോ. ഇനിയൊരു മംഗളകാര്യം ആലോചിക്കണമെങ്കിൽ അമ്മാവന്റെ നിയന്ത്രണത്തിൽ നടത്തൂ. ഇനിയൊരു ചതി പറ്റാൻ പാടില്ലല്ലോ. ആ, അത് വേണ്ടതാ. എന്നാ പിന്നെ ഞാൻ ആ ലെറ്റർ വായിക്കട്ടെ അച്ഛാ. വായിക്കുമോളെ, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. പിന്നീട് ഈ പറഞ്ഞതൊന്നും പറഞ്ഞില്ലെന്ന് വരില്ലല്ലോ. ഈശ്വര, മാനം പോയി. ഉഫ്. അതെ, എവിടെ പോന്ന്? അവിടെ നിക്ക്. ഏ, കമലൻ ചേട്ടനെ, എനിക്കന്ന് ലവ് ലെറ്റർ ഇത്. ഇതില് കുറെ വാഗ്ദാനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഉം. ഞാനിത് വായിക്കാം. ചതിക്കില്ലേ, പ്ലീസ് പ്ലീസ്. കമലേട്ടന്റെ മനസ്സിലുള്ളത് ഇവരും കൂടി അറിയട്ടെന്നേ. ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തെന്ന് ഇവര് പറയില്ലല്ലോ. എത്രയും സ്നേഹം നിറഞ്ഞ എന്റെ സുന്ദരി പെണ്ണിന്. ആ, ആദ്യമൊക്കെ അങ്ങനെയല്ലേ വിളിക്കൂ. ബാക്കി വായിക്ക്. മുംതാസിനെ സ്നേഹിച്ച ഷാജഹാനെ പോലെ, ശകുന്തളയെ സ്നേഹിച്ച ദുഷ്യന്തനെ പോലെ. അല്ല, ഈ പാർട്ടിയല്ലേ ശകുന്തളയെ പിന്നീട് ഉപേക്ഷിച്ചിട്ട് പോയത്? ആ, ഉവ്വ. അവര് ഡിവോഴ്സ് ആയതാ. ഞാനത് ഓർത്തില്ല. ഉം. അയ്യോ, ഫോൺ. ഞാൻ ഇപ്പോഴാ ഓർത്തത്. എനിക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിലോട്ടുണ്ട്. ഹലോ. ആ, ഞാൻ എന്താ വന്നു. ദേ വന്നു. ആ, എന്നാ ഞാൻ പോട്ടെ. അങ്ങനങ്ങ് പോയാലോ? നിക്ക്. ഇനി ഇതി പറഞ്ഞിരിക്കുന്നതൊക്കെ വലിയ വീടും കാറും ഒക്കെ വാങ്ങിക്കുമെന്നാ. ഇതൊക്കെ ഉള്ളതാണോ അതോ നേരം പോക്കിന് എഴുതിയാണോ? ദാ വീണ്ടും വിളിക്കുന്നു. അത് ഈ മൂന്നാമത്തെ അറ്റാക്ക് വരെ സാധ്യതയുള്ള ആളാ. അതാ ഈ വിളിച്ചോണ്ടിരിക്കുന്നേ. എന്നാ ഞാൻ പോട്ടെ. ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ നമ്മളൊക്കെ എന്ത് ചെയ്യാന്? എന്റെ